പ്രിയപ്പെട്ടവരെ, ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ബാധിത മേഖലയിൽ സുരക്ഷിതമല്ലാത്ത ഇടങ്ങൾ നിരവധിയാണെന്ന് വിദഗ്ധ സംഘം ഇപ്പോൾ റിപ്പോർട്ട് നൽകും. പഠനം പൂർത്തിയാക്കി 10 ദിവസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് നൽകാനാണ് നീക്കം. പ്രാഥമിക പരിശോധന നാളെയോടെ പൂർത്തിയാകുമെന്നും ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായി പറഞ്ഞു. പ്രദേശത്തെ തെരച്ചിലിൽ ഇന്നും മൃതദേഹങ്ങൾ കണ്ടെത്താനായില്ല. മുതിർന്ന ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ 3 ദിവസമായി ഉരുൾപൊട്ടൽ ബാധിത മേഖലയിലുണ്ട്. സംഘത്തിന്റെ പ്രാഥമിക പരിശോധന നാളെ ഉച്ചയോടെ പൂർത്തിയാകും. ദുരന്ത ബാധിത മേഖലയിലെ സുരക്ഷിത പ്രദേശങ്ങൾ മാർക്ക് ചെയ്ത് സർക്കാരിന് സമർപ്പിക്കും. പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് 10 days ഞങ്ങൾ കൊടുക്കും. നയപരമായിട്ടുള്ള തീരുമാനമാണ് എടുക്കേണ്ടത്. സേഫും അൺസേഫുമായിട്ട് ഞങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കും. കൺസ്ട്രക്ഷൻ വേണമെന്നോ വേണ്ടയോ, അതോ ഇനി ഈ സേഫ്റ്റി എന്ത് സേഫ്റ്റിയാണ് എടുക്കേണ്ടതെന്നും കൂടെ പറയും. പുഞ്ചിരിമട്ടം പുഴയോട് ചേർന്ന ഭാഗത്തുള്ള വീടുകൾ സുരക്ഷിതമല്ല എന്നും ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ഒഴുകിയ ജലവും മണ്ണും മരങ്ങളും കെട്ടിക്കിടന്ന് ഒരുമിച്ച് താഴേക്ക് പതിച്ചതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതെന്നും ഡോക്ടർ ജോൺ മത്തായി പറയുന്നു. പക്ഷെ പുഞ്ചിരിമട്ടത്തിൻ്റെ ആ വീടുകൾ ഇരിക്കുന്ന ഭാഗം, പുഴയോട് ചേർന്ന ഭാഗം, അത് ആപൽക്കരമായ സ്ഥിതിയാണ്. ജലപൂരിതാവസ്ഥയിൽ അതിശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ആണ് ഉരുള് പൊട്ടുന്നത്. പ്രത്യേകിച്ച് ചരിവ് കൂടിയതും മണ്ണ് ശേഖരിച്ച് നിൽക്കുന്നതുമായ പ്രദേശത്ത് ഇന്ന് ഭാഗികമായ തിരച്ചിലാണ് നടന്നത്. മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്താനായില്ല. സ്കൂൾ റോഡ് പരിസരത്ത് ഫയർഫോഴ്സ് സംഘം നടത്തിയ തിരച്ചിലിൽ 4 ലക്ഷം രൂപ കണ്ടെടുത്തു. തുക പോലീസ് കൺട്രോൾ റൂമിൽ ഏൽപ്പിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയ 5 ശരീരഭാഗങ്ങൾ പുത്തുമലയിലെ പ്രത്യേക ശ്മശാനത്തിൽ സംസ്കരിച്ചു. റിപ്പോർട്ടർ, വയനാട്.